കാത്തിരിപ്പിന് ശേഷം മിനി സ്ക്രീനിൽ പ്രേക്ഷകരുടെ പ്രിയതാരമായ അനുമോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 കപ്പ് ഉയർത്തിയിരിക്കുകയാണ്. സീസൺ 4-ൽ കപ്പുയർത്തിയ ദിൽഷയ്ക്ക് ശേഷം ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറാകുന്ന വനിത എന്ന പ്രത്യേകതയും അനുമോൾക്കുണ്ട്. അനുമോളെ സ്വീകരിക്കാൻ പോകുന്നതിനിടെ PR വിവാദത്തെക്കുറിച്ചൊക്കെ പ്രതികരിക്കുകയാണ് അനുമോളുടെ സഹോദരി. ഒരുപാട് പേർ ഞങ്ങളെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഇനി അവളെ നേരിട്ടൊന്ന് കണ്ടാൽ മതി. ഇത്രയും ദിവസം ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത്. എനിക്ക് അവളെ ഒന്ന് കാണണം, കെട്ടിപ്പിടിക്കണം. വീട്ടുകാരും നാട്ടുകാരും എല്ലാം അഭിമാനിക്കുന്ന നിമിഷമാണിത് എന്ന് ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി അനുമോളുടെ സഹോദരി പറഞ്ഞു. PR-ന്റെ ബലത്തിലാണ് അനുമോൾ ജയിച്ചതെന്ന് പറയുന്നവരോട് എന്താണ് പറയാനുള്ളതെന്ന ചോദ്യത്തോട് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നായിരുന്നു അനുമോളുടെ സഹോദരി നൽകിയ ഉത്തരം. ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ലാസ്റ്റ് എപ്പിസോഡ് വരെ അനു എത്രത്തോളം കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെന്നും എന്തുമാത്രം പരിശ്രമിച്ചെന്നും എത്രത്തോളം ആക്റ്റീവ് ആയിരുന്നുവെന്നും നിങ്ങൾക്കറിയാം. അത് PR-ന്റെ തലയിലിട്ട് ഡീഗ്രേഡ് ചെയ്തത് മറ്റുള്ളവരാണ്. പക്ഷേ പുറത്തുള്ളവർക്കും നാട്ടുകാർക്കും അവളെ സ്നേഹിക്കുന്നവർക്കും ആരാധകർക്കുമെല്ലാം അറിയാം അനു എത്രമാത്രം ഷോയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ആയി നിന്നിട്ടുണ്ടെന്ന്. അവൾ ആ കപ്പ് നേടാൻ അർഹയാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. പക്ഷേ അത് അംഗീകരിക്കാത്തവരാണ് ഇതെല്ലാം PR-ന്റെ തലയിലിടുന്നതെന്നും സഹോദരി കൂട്ടിച്ചേർത്തു. ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കെ അനീഷിന് വേണ്ടി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൊപ്പി വോട്ട് നേടിയതും അഖിൽ മാരാറുമായി കൊമ്പ് കോർത്തതും വൈറലായിരുന്നു. ഇപ്പോഴിതാ അനുമോൾ വിജയിച്ചതിന് ആശംസ അറിയിച്ച അഖിൽ മാരാർ തൊപ്പിക്കും റീ എൻട്രിയായി എത്തിയ ചില മത്സരാർത്ഥികൾക്കും നന്ദിയെന്ന് പരിഹാസത്തോടെ പറയുകയാണ്. ബിഗ് ബോസ് സീസൺ 7-ന്റെ വിജയിയായി മാറിയ അനുമോൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. അനുമോൾ ജയിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത തൊപ്പിക്കും റീ എൻട്രിയിലൂടെ എത്തി അനുമോൾക്ക് വേണ്ട സഹായവും പരമാവധി പിന്തുണയും നൽകി പരമാവധി വോട്ടും നേടിക്കൊടുത്ത മുൻ മത്സരാർത്ഥികളിൽ ചിലർക്കും 1000 നന്ദി അറിയിക്കുകയാണ്. കാരണം അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ അനുമോളുടെ PR ആക്കി മാറ്റിയിരുന്നു. സ്വാഭാവികമായും എൻ്റെ കൂടി ആവശ്യവും അഭിമാനവുമായി മാറി അനുമോളുടെ വിജയം. അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച തൊപ്പിക്കും മുൻ മത്സരാർത്ഥികൾക്കും 1000 നന്ദിയും സ്നേഹം അറിയിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി നിറയെ വെല്ലുവിളികൾ ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വെല്ലുവിളി നീ ഒരു ഷോർട്ട് ഫിലിം പോലും എടുക്കില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചതാണ്. അവർക്ക് മുന്നിൽ ഒരു സിനിമ എഴുതി സംവിധാനം ചെയ്ത് കാണിച്ചു കൊടുത്തു. പിന്നീട് റോബിനുമായി ബന്ധപ്പെട്ടൊരു പരാമർശം നടത്തിയപ്പോൾ എന്നെ ബിഗ് ബോസിന്റെ 7 അയലത്ത് കയറ്റില്ലായിരുന്നു രണ്ടാമത്തെ വെല്ലുവിളി. ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞവരുടെ മുന്നിലൂടെ പോയി ആ സീസണിന്റെ കപ്പുമായി ഇറങ്ങി. അതിനുശേഷം ഈ കേൾക്കേണ്ടി വന്ന വെല്ലുവിളി എൻ്റെ പ്രിയപ്പെട്ട തൊപ്പിയുടെ ഭാഗത്തു നിന്നുമാണ്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് അഖിൽ മാരാറാണോ അതോ ഞാൻ വോട്ട് ചോദിച്ച ആളാണോ വിജയിക്കുന്നതെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച തൊപ്പിക്ക് മുന്നിൽ സ്നേഹപൂർവ്വം ഈ വിജയം ഞാൻ സമർപ്പിക്കുന്നു. യഥാർത്ഥ വിജയം ജനങ്ങളുടേതാണ്. ജനങ്ങളുടെ വിജയം ഷോയുടേതാണ്. ജനാധിപത്യപരമായി വോട്ട് ലഭിച്ച് വിജയിച്ച അനുമോൾക്കും രണ്ടാം സ്ഥാനം നേടിയ അനീഷിനും ഷാനവാസിനും നെവിനും അക്ബറിനുമെല്ലാം എൻ്റെ ആശംസകൾ. ഒരിക്കൽ കൂടി തൊപ്പിക്കും പഴയ മത്സരാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അഖിൽ മാരാർ പറഞ്ഞത്. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.